വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി.ജി. മോഹൻദാസിനെ ഇന്ന് തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷപരവും അധിക്ഷേപപരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിലാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്ത് നിന്നും വി അരുണാണ് നമ്മളുമായി കേസിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ജന്തർ മന്ദറിൽ നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദകരമായ പോസ്റ്റുകളൊക്കെ ടി.ജി. മോഹൻദാസ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ ഇന്ന് ഹാജരാക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയെടുത്ത ടി.ജി. മോഹൻദാസിനെ രാത്രി പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് സൈബർ പോലീസിന്റെ ആസ്ഥാനത്ത് എത്തിച്ചു. CJP സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, പെൺകുട്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം മാത്രം പറയാൻ കഴിയില്ല, തീർത്തും നിന്ദ്യമായ പരാമർശം RSS സൈദ്ധാന്തികൻ എന്ന് അറിയപ്പെടുന്ന ആ ലേബൽ അറിയപ്പെടുന്ന ടി.ജി. മോഹൻദാസ് നടത്തിയത്. ജന്തർ മന്ദർ സമരത്തിൽ അവിടെ നടക്കുമ്പോൾ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കണം, ജനക്കൂട്ടത്തോട് 3 തവണ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും, പിന്നെ ഞാൻ വെടിവെക്കും, ചിലർ മരിക്കും, ചിലർ രക്ഷപ്പെടും, ചിലർക്ക് പരിക്കേൽക്കും, 4 മണിക്കൂറിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാകും, മൃതദേഹങ്ങൾ ശേഖരിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇതായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ ഒരു പരാമർശം. മറ്റൊന്ന്, പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യണമെന്ന പരസ്യമായി ആഹ്വാനം നൽകുന്ന പരാമർശവും അയാളിൽ നിന്നുണ്ടായി. ഇതിലാണ് നേരത്തെ ടി.ജി. മോഹൻദാസിന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ആദ്യം പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ, കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് പോലീസ് പരിശോധനയ്ക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. സൈബർ സെൽ IG P. പ്രകാശിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അതിന്റെ അന്വേഷണത്തിലാണ് ഒടുവിലാണ് ഇയാൾക്കെതിരെ FIR ചാർജ് ചെയ്ത്. AYF-ഉം SFI-യും യൂത്ത് കോൺഗ്രസും കേരള വനിതാ കമ്മീഷനുമൊക്കെ പോലീസിൽ പലതരത്തിൽ പരാതി നൽകിയിരുന്നു. RSSന്റെ പ്രധാനപ്പെട്ട സൈദ്ധാന്തികരിൽ ഒരാളാണ് മോഹൻദാസ്. കലാപാഹാരം അടക്കമുള്ള വകുപ്പുകളാണ് ആദ്യം ചുമത്തിയത്. പിന്നീട് ഇപ്പോൾ കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ചുമത്തി. നേരത്തെ സൈബർ പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് BNS 192, 353(1), IT ആക്ട്, കേരള പോലീസ് ആക്ട് 120 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ്. കലാപം ഉണ്ടാക്കാനുള്ള പ്രേരണ, പൊതുസമാധാനം തകർക്കുന്ന പ്രസ്താവനകൾ തുടങ്ങിയവയായിരുന്നു ആദ്യം ചുമത്തിയത്. സ്ത്രീത്വത്തെ അവഹേളിച്ച, അപമാനിച്ച, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം നൽകിയ മോഹൻദാസിനെതിരെ അത്തരം വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നു. ഇന്നലെ അയാൾ ഇവിടെ കൊണ്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ച ശേഷം ആ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. BNS പുതിയൊരു വകുപ്പ് കൂടി അതിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു, സ്ത്രീകളെ അപമാനിച്ചു എന്ന തരത്തിലുള്ള വകുപ്പ് കൂടി BNS 79 കൂടി ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാകും റിമാൻഡ് റിപ്പോർട്ടും മറ്റും തയ്യാറാക്കുക. ഏതായാലും മോഹൻദാസിനെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞിരുന്നു BJP. RSSും BJPയും ഒക്കെ മോഹൻദാസിന്റേത് BJPയുടെ RSSന്റെ നിലപാടല്ല എന്ന് വ്യക്തമാക്കി തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ അറസ്റ്റ് വന്നതോടുകൂടി BJP അയാൾക്ക് സംരക്ഷണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത നടപടി എന്തിനെന്ന ചോദ്യവുമായി ഇന്നലെ BJPയുടെ വാർത്താക്കുറിപ്പ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തിറങ്ങിയിരുന്നു. സംസ്ഥാന കാര്യാലയത്തിലുള്ള വാർത്താക്കുറിപ്പിൽ തന്നെയാണ് ഇദ്ദേഹത്തെ അഡ്വക്കേറ്റ് സുരേഷാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹൻദാസിന്റെ അറസ്റ്റിൽ BJPയുടെ ആദ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. അറസ്റ്റ് വിവേചനപരമെന്നാണ് BJPയുടെ നിലപാട്. അവധി ദിവസം നോക്കി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തികച്ചും അപലപനീയമാണെന്നാണ് BJPയുടെ പരാമർശം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലയിലെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും മതമൗലികവാദികളുടെ കൈയടിക്ക് വേണ്ടിയുമാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമെന്ന ഒരു പരാമർശമാണ് BJPയുടെ വാർത്താക്കുറിപ്പുള്ളത്. അതായത് ടി.ജി. മോഹൻദാസിന് BJP ഈ ഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തോട്, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഒടുവിൽ അറസ്റ്റിലേക്ക് പോകുമ്പോൾ BJP ടി.ജി. മോഹൻദാസിന് പിന്തുണ നൽകുകയാണ്. അത് സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ അവധി ദിവസം ഒരു അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് BJPയുടെ ആരോപണം. ഏതായാലും ഇപ്പോൾ ഇയാളെ കൊണ്ടുവന്നിട്ടുള്ള സൂക്ഷിച്ചിട്ടുള്ള സൈബർ പോലീസ് സ്റ്റേഷൻ BJP നേതാക്കളാരും എത്തിയിട്ടില്ല. നിലവിൽ മോഹൻദാസ് സൈബർ സ്റ്റേഷനുള്ളിലാണ്. 10 മണിയോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്ന് കോടതി നടപടികളുടെ അടിസ്ഥാനത്തിലാകും മോഹൻദാസിന്റെ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ശരി അരുൺ, അടുത്തൊരു വാർത്തയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തുടരാം. വി അരുണാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.